പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷം മുണ്ടക്കയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. തുടർന്ന് ദുരിതബാധിതരുമായി നേരിട്ട് കണ്ട് സംസാരിച്ചു. പുനരധിവാസത്തിന് 2000 കോടി ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. വിവരങ്ങൾ വയനാട്ടിൽ നിന്ന് റിയാസ് KMR നൽകും. റിയാസ്, ഇതുവരെയുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം ആദ്യം. ലിബീഷ്, പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട് കളക്ടറേറ്റിലേക്ക് അല്പസമയം മുൻപ് എത്തി. ഇവിടെ റോഡരികിൽ കൂടി നിന്ന ജനങ്ങളെയെല്ലാം തന്നെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കാറിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ കൈകൂപ്പിക്കൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തിരുന്നു. നേരത്തെ രാവിലെ 11:10 കൂടിയാണ് പ്രധാനമന്ത്രി കണ്ണൂർ അന്താരാഷ്ട്ര എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത്. അദ്ദേഹം സൈന്യത്തിന്റെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലായിരുന്നു ഇറങ്ങിയത്. അതിനുശേഷം വ്യോമസേനയുടെ MI ഹെലികോപ്റ്ററിൽ അദ്ദേഹം നേരെ വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ പ്രധാനമന്ത്രിയെ ഹെലികോപ്റ്ററിൽ അനുഗമിച്ചിരുന്നു. തുടർന്ന് 11:17 അവിടെ നിന്നും പുറപ്പെട്ടത്. 12 മണിയോടുകൂടി പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇവിടെ കൽപ്പറ്റ ആദ്യം വയനാട്ടിലേക്ക് എത്തുകയും വയനാട്ടിലെ ഈ ഒരു ദുരന്തബാധിത മേഖലയിൽ വ്യോമനിരീക്ഷണം നടത്തുകയും ചെയ്തു. അതിനുശേഷം കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങി. പ്രധാനമന്ത്രി അതിൽ നിന്നും ഇറങ്ങിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ സന്ദർശനം നടത്തുകയാണ്. ദുരിതബാധിതരെ നേരിട്ട് കണ്ട് ആശുപത്രിയിലും ഒപ്പം തന്നെ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും എത്തി അദ്ദേഹം ആശ്വസിപ്പിച്ചു. ഇപ്പോൾ കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ അവലോകന യോഗത്തിലും പങ്കെടുത്ത ശേഷമാണ് മടങ്ങുക. 2000 കോടി രൂപയുടെ പാക്കേജ് ഈ യോഗത്തിൽ ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. റിയാസ്, കേൾക്കാമോ? കേൾക്കാം. എന്തായാലും അദ്ദേഹം ദുരന്തബാധിത മേഖലയിൽ ഉൾപ്പെടെ 1/2 കിലോമീറ്ററോളം നടന്ന് കണ്ടതിനു ശേഷമാണ് പ്രധാനമന്ത്രി പിന്നീട് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയി അവിടെയുള്ള ക്യാമ്പിൽ കഴിയുന്നവരെ സാന്ത്വനിപ്പിച്ചു. അതിനുശേഷം വിംസ് ആശുപത്രിയിൽ പോയി അവിടെ ചികിത്സയിൽ കഴിയുന്നവരെല്ലാം സാന്ത്വനിപ്പിച്ചു. ഉറ്റവരെ നഷ്ടപ്പെട്ട ഹാനി എന്ന് പറയുന്ന പിഞ്ചുകുഞ്ഞ് കേരളത്തിന്റെ ഒരു വേദനയായിരുന്നു. ആ ഒരു ബാലൻ, ആ ഒരു കുട്ടി കേരളത്തിന്റെ ഒരു വേദനയായിരുന്നു. ആ ഹാനി പ്രധാനമന്ത്രിക്ക് മുൻപിൽ വിതുമ്പുന്ന ഒരു കാഴ്ച കൂടി, പ്രധാനമന്ത്രിയെ കണ്ട് വിതുമ്പുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അവിടെ വിംസ് ആശുപത്രിയിൽ കാണാൻ സാധിച്ചിരുന്നു. ഹാനിയെ പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ചാണ് മടങ്ങിയത്. കാരണം ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു ഹാനി ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് വിംസ് ആശുപത്രിയിൽ എത്തിയത്. വിംസ് ആശുപത്രിയിലുള്ള പിഞ്ചുകുട്ടികളടക്കമുള്ളവരെ പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ചും അവർക്ക് ഹസ്തദാനം നൽകിയും അവരെ കയ്യിലെടുത്തുമെല്ലാമാണ് പ്രധാനമന്ത്രി പിന്നീട് അവിടെ നിന്നും മടങ്ങിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ വയനാട് കളക്ടറേറ്റിലേക്ക് എത്തിയത്. വയനാട് കളക്ടറേറ്റിൽ അവലോകന യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റ് മന്ത്രിമാർ, മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ അടക്കമുള്ളവർ അതിൽ സംബന്ധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമായ 2000 കോടി രൂപ പുനരധിവാസത്തിനായുള്ള 2 കോടി രൂപ തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ മന്ത്രിസഭാ ഉപസമിതിയും മുഖ്യമന്ത്രിയുമെല്ലാം തന്നെ പ്രധാനമന്ത്രിക്ക് മുൻപിൽ ഉന്നയിക്കും. ഒപ്പം ഈ കാർഷികേതര എഴുതിത്തള്ളണമെന്നൊരാവശ്യവും സംസ്ഥാനം പ്രധാനമന്ത്രിക്ക് മുൻപിൽ ഉന്നയിക്കും. ഇന്ന് കൂടുതൽ ധനസഹായം എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നത് വ്യക്തമല്ല. എങ്കിൽ കൂടിയും അതിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കൽപ്പറ്റ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ദുരന്തത്തിൽ തകർന്നടിഞ്ഞ വയനാടിൻ്റെ പുനരധിവാസത്തിന് 2000 കോടി രൂപയുടെ ഒരു പാക്കേജാണ് ഈ യോഗത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുക. ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ഒരാവശ്യവും സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നു. ഇക്കാര്യത്തിൽ എന്തായിരിക്കും പ്രധാനമന്ത്രിയുടെ നിലപാട് എന്നത് ഏറെ നിർണായകമാണ്. അദ്ദേഹം നേരിട്ട് കണ്ട് ഈ ദുരന്തബാധിത മേഖലയിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കിയതാണ്. നേരത്തെ ചൂരൽമല പ്രദേശത്ത് അദ്ദേഹം നടന്ന് അവിടെ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ചു. പിന്നീട് ബെയിലി പാലത്തിലൂടെ നടന്ന് അദ്ദേഹം ചൂരൽമലയിൽ സന്ദർശനം നടത്തി. ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. മുഖ്യമന്ത്രി, ഗവർണറും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയോടൊപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റ് ദുരന്തം നാശം വിതച്ച പ്രദേശങ്ങളിലുമൊക്കെ സന്ദർശനം നടത്തി. അദ്ദേഹം നിരവധി പേരെ നേരിട്ട് കണ്ട് സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ 2000 കോടി രൂപയുടെ പാക്കേജ് എന്നതിൽ ഒരു അനുകൂല തീരുമാനമാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. റിയാസ് KMR, കേൾക്കാമോ?
തീർച്ചയായും ലിബീഷ. ഈ എന്തായാലും വയനാട്ടിലെ കളക്ട്രേറ്റിൽ ഇപ്പോൾ യോഗം നടക്കുകയാണ്. 2000 കോടി രൂപയുടെ പാക്കേജ് എന്നതിനൊപ്പം ഈ ദുരന്തത്തെ L3 ലെവലിലുള്ള ഒരു ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അക്കാര്യത്തിലുണ്ട്. അതിലെല്ലാം ഒരു വ്യക്തത ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ? എന്തായാലും ഇന്ന് പ്രധാനമായും പ്രധാനമന്ത്രിക്ക് മുൻപിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യം ഉന്നയിക്കും. കാരണം 2000 കോടി രൂപയെങ്കിലും വയനാടിന്റെ പുനരധിവാസ പാക്കേജിനായി അനിവാര്യമാണ് എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് മുൻപിൽ ഇന്ന് അവതരിപ്പിച്ച് അതിന്റെ ഒരു പ്രാഥമികമായ ഒരു രൂപം ഇപ്പോൾ വയനാട് കളക്ടറേറ്റിൽ നടക്കുന്ന ഈ ഒരു യോഗത്തിൽ ഈ ദുരന്തത്തിന്റെ ഇതുവരെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ, അത് 1.5 മിനിറ്റ് ദൈർഘ്യത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിക്ക് മുൻപിൽ ഇപ്പോൾ അവതരിപ്പിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും യോഗം ആരംഭിച്ചിട്ടുണ്ട്. യോഗശേഷം നേരത്തെ പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൌസിലേക്ക് പോകുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സമയക്രമം നേരത്തെ നിശ്ചയിച്ചതിലും 1 മണിക്കൂറിൽ ഏറെ നീണ്ടിരിക്കുകയാണ്. നേരത്തെ 3 മണിക്ക് പ്രധാനമന്ത്രി മടങ്ങും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നും 1 മണിക്കൂറിലേറെ, ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി മുൻ നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്നും ഏറെ വൈകിയിട്ടുണ്ട്. കാരണം ദുരന്ത മേഖലയിൽ ഏറെ നേരം ചെലവഴിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായി. അര കിലോമീറ്ററോളം ദൂരം അദ്ദേഹം നടന്ന് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്ന് നേരിട്ട് തൊട്ടറിഞ്ഞ ഒരു നിമിഷമായിരുന്നു കടന്നുപോയത്. പൂർണ്ണമായും വയനാടിന്റെ നോവ് അറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്തബാധിത മേഖലകളിലൂടെ നടന്ന്, പ്രത്യേകിച്ച് ബെയിലി പാലത്തിന്റെ പരിസരങ്ങളിൽ, ചൂരൽപ്പുഴയുടെ തീരങ്ങളിൽ, ഒപ്പം തന്നെ വെള്ളാർമല സ്കൂൾ പരിസരത്ത് എല്ലാം തന്നെ അദ്ദേഹം നടന്നറിഞ്ഞ് കാണുകയും, കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഒരു നോവായ ഹാനി എന്ന കുട്ടിയെ ഉൾപ്പെടെ അദ്ദേഹം സാന്ത്വനിപ്പിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. കാരണം പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഹാനി വിതുമ്പുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ ഹാനിയെ ഉൾപ്പെടെ പ്രധാനമന്ത്രി സാന്ത്വനിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷമാണ് അദ്ദേഹം വിംസ് ആശുപത്രിയിലെത്തിയത്. വിംസ് ആശുപത്രിയിൽ പിഞ്ചുകുട്ടികളെ പോലും അദ്ദേഹം വാത്സല്യത്തോടുകൂടി തലോടിക്കൊണ്ട് അവർക്ക് സാന്ത്വനം പകരുന്ന, ഈ ദുരന്ത ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പ്രചോദനമായി, അവർക്ക് സാന്ത്വനമായാണ് യിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ സംസ്ഥാനം ആയാലും ഇനിയിപ്പോൾ പ്രതിപക്ഷമായാലും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വലിയൊരു പ്രതീക്ഷയോടുകൂടി സന്ദർശനമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് സംസ്ഥാനത്തിനുള്ളത്. കൂടുതൽ എന്തെങ്കിലും സഹായധനം കേരളത്തിന് കിട്ടുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. കാരണം ഈ നോവിന്റെ കാഴ്ചകളെല്ലാം തന്നെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ടിരിക്കുന്നു. ഇതിന്റെ വ്യാപ്തി എത്രമാത്രം വലുതാണ് എന്നുള്ളത് വ്യോമനിരീക്ഷണത്തിലൂടെയും നേരിട്ടുള്ള കാഴ്ചയിലൂടെയും പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സന്ദർശനത്തിന്റെ പ്രധാന പ്രത്യേകത എന്നുള്ളത്. ഇനിയിപ്പോൾ കേന്ദ്രം ഈ സംസ്ഥാനത്തിന്, പ്രത്യേകിച്ച് വയനാടിന്റെ ഒരു പുനരധിവാസത്തിന് എത്രമാത്രം സഹായഹസ്തം നീട്ടും എന്നുള്ളതാണ് ഇവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഈ പ്രധാനമന്ത്രിയുടെ അവലോകന യോഗം കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിയ ശേഷം മന്ത്രിസഭാ ഉപസമിതിയുടെ ഒരു യോഗം ഉണ്ടാകുമെന്നുള്ളതാണ്. ആ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷം മന്ത്രിമാർ ഇന്ന് മാധ്യമങ്ങളെ കാണും. അതൊരു പക്ഷേ സാധാരണ വൈകിട്ട് 5 മണിക്കാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നീളുന്ന ഒരു പശ്ചാത്തലത്തിൽ വൈകിട്ട് 6 മണിക്ക് ശേഷമായിരിക്കും മന്ത്രിമാർ ഒരുപക്ഷെ ഇന്ന് മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയുള്ളത്. അപ്പോൾ ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുമായി എന്തൊക്കെ ചർച്ചകൾ നടത്തി, ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, പ്രധാനമന്ത്രി എന്തുറപ്പ് സംസ്ഥാനത്ത് നൽകി, ഇനി അതല്ല തിരികെ പോയി മാത്രമാണോ പ്രധാനമന്ത്രി പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രിമാർ ആ ഘട്ടത്തിൽ വ്യക്തമാക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി നേരത്തെ ഈ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയപ്പോൾ അവിടെ ചികിത്സയിലിരുന്നവരുമായി കാര്യങ്ങൾ, അവരുടെ ചികിത്സാ വിശദാംശങ്ങളെല്ലാം തന്നെ ചോദിച്ചിരുന്നു. നേരത്തെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയപ്പോൾ അനാഥരായ കുട്ടികളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേടുകയും ചെയ്തിരുന്നു. ലിബീഷ്, റിയാസ്, ഈ സൈന്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഘം മടങ്ങിയിരുന്നു. ഇപ്പോൾ ഈ ബെയിലി പാലം ശക്തിപ്പെടുത്തുന്നതിനുള്ള സംഘവും അതോടൊപ്പം തന്നെ വ്യോമ നിരീക്ഷണത്തിനുള്ള കുറച്ചു പേരും മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. ഈ രക്ഷാദൗത്യം തുടരുന്ന കാര്യത്തിൽ വീണ്ടും ഒരു സൈന്യത്തിന്റെ ഒരു സഹായം ഉണ്ടാകുമോ? അക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം ഉണ്ടായിട്ടുണ്ടോ? ചോദ്യം വ്യക്തമായില്ല ലിബീഷ്, ഒരിക്കൽ കൂടി. അതായത്
റിയാസെ, സൈന്യത്തിന്റെ ഭൂരിഭാഗം പേരും മടങ്ങിയിരുന്നല്ലോ ഈ തിരച്ചിൽ അവസാനിപ്പിച്ച്. ഈ ബെയ്ലി പാലം ശക്തിപ്പെടുത്താനുള്ള ഒരു സംഘവും വ്യോമ നിരീക്ഷണത്തിനുള്ള കുറച്ച് പേരടങ്ങുന്ന ഒരു സംഘവും മാത്രമാണല്ലോ ഇപ്പോൾ അവിടെ ബാക്കിയുള്ളത്. എന്നാൽ ഇനിയും തെരച്ചിൽ തുടരണമെന്നുള്ളൊരു ആവശ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ സൈന്യത്തിന്റെ ഒരു സേവനം ആ മേഖലകളിൽ ലഭ്യമാക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം ഉണ്ടായിട്ടുണ്ടോ? എന്തായാലും സൈനികരുമായി ഇവിടെ നടന്ന രക്ഷാദൗത്യം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ബെയിലിപ്പാലം സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി നടത്തിയിരുന്നു. സൈനികർ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പ്രധാനമന്ത്രിക്ക് ഇതിന്റെ ഒരു ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ സ്കെച്ച് സഹിതം ഇതെങ്ങനെയാണ് വന്നത്, ഇതിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട്, ഏതൊക്കെ മേഖലയിലൂടെ ഈ ഉരുൾപൊട്ടൽ ദുരന്തം കടന്നുപോയി തുടങ്ങിയ കാര്യങ്ങൾ സ്കെച്ച് സഹിതം പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു ഘട്ടമാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. എന്തായാലും സൈനികരെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്, അവരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിബീഷ്. ശരി റിയാസ്, ഇനി എന്തായാലും ആ കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. 2000 കോടി രൂപയുടെ പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ അനുകൂലമായ മറുപടികൾ ഉണ്ടാകുമെന്ന് യോഗത്തിന് ശേഷം അറിയാം. റിയാസിലേക്ക് ആ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് തിരിച്ചെത്താം.